നമസ്കാരം, സിബി മുളനിക്കാടാണ്. ശനിയാഴ്ചയാണ്, കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടി. നിങ്ങൾ ചോദിക്കും ഞാനിവിടെ എന്ത് ചെയ്യണം, എന്താ പണിയെന്ന്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ചെറിയ അധോലോകത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വീട്ടിൽ തന്നെയാണ്, എപ്പോഴും വീട്ടിൽ തന്നെയാണ്, കൂടുതൽ സമയം വീട്ടിൽ തന്നെയാണ്. പിന്നെ എപ്പോഴെങ്കിലും ഏതെവിടെയെങ്കിലുമൊക്കെ ഒരു എക്സിബിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയെങ്കിലായി. ഇനിയിപ്പോൾ അടുത്ത മാസം ബോംബെ എക്സിബിഷനുണ്ട്, 3, 4, 5. ചിലപ്പോൾ ഒരു ദിവസത്തിന് പോകണമെന്ന് പ്ലാനുണ്ട്. ചിലപ്പോൾ പോകും, തീരുമാനമായിട്ടില്ല. പിന്നീട് തിരുവനന്തപുരം എക്സിബിഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. 3 ദിവസത്തെ മറ്റോ എക്സിബിഷനാണ്, എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉൾപ്പെടുത്താം. അതിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എക്സിബിഷനുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പുറത്തു പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് എങ്ങും പോകാറില്ല. അപ്പോൾ പലരുടെയും ചിന്തയുണ്ടാവും, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഇത് തന്നെയാണ് എൻ്റെ തൊഴിൽ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. എന്നെ പേഴ്സണലി അറിയാവുന്ന പല ആളുകളുണ്ട്, അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ല. എന്നെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ആ സംശയം ഉണ്ടാവും. ബേസിക്കലി ഞാനൊരു 20 വർഷം NRI ആയിരുന്നു. 2003 മുതൽ 2023 കഴിഞ്ഞ വർഷം വരെ ഞാൻ NRI ആയിരുന്നു. 2010 മുതൽ 2013 വരെ ഞാൻ US ബേസ്ഡ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 20 വർഷം നല്ല രീതിയിൽ പ്ലാൻഡായിട്ട് ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ജീവിച്ചു പോകാനുള്ള ചുറ്റുപാടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആർഭാടമായിട്ട് ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ പെട്ടെന്നുണ്ടാകുന്ന ആകസ്മികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ നമുക്ക് ഒരുപാട് ചിലവുകൾ വന്നാൽ നമുക്ക് ഒരുപക്ഷെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. പക്ഷെ സാധാരണ രീതിയിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാൻ പറ്റും. വലിയ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, അത് വേണം, ഇത് വേണം, അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. ന്യൂസ്മാറ്റിക്കിനെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്ന് ജസ്റ്റ് എൻ്റെ ഈ ചെറിയ അധോലോകം ഒന്ന് പരിചയപ്പെടുത്താം. പണ്ട് നമ്മൾ സി കമ്പനിയുടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇതിപ്പോൾ എപ്പോഴും നമ്മൾ ഇതിനകത്ത് തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കുക, എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാനുണ്ടോ, കളക്ട് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ കളക്ട് ചെയ്തതിനെ ഓർഗനൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, കീപ് വാച്ചിങ്. ഈ കാണുന്നത് പ്രധാന ടേബിളുകളിൽ ഒന്നാണ്. ഇതിലത്തെ ഒരു 3 ടേബിളുണ്ട്, അതിലൊന്നാണ്. തിങ്കൾ മുതൽ ശനി വരെയുള്ള പ്രൊജക്റ്റുകളാണ് ഈ കിടക്കുന്നത്. നാളെ ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഫ്രഷ് ടേബിളാക്കും. വീണ്ടും തിങ്കളാഴ്ച അഴിച്ചുപൊളി തുടങ്ങും. ഈ ഇരിക്കുന്ന ഓരോരോ ചെറിയ ടിന്നുകളിലും ഡബ്ബകളിലും ഈ പാത്രങ്ങളിലും എല്ലാം ഇരിക്കുന്ന നാണയങ്ങളാണ്. എവിടെ നോക്കിയാലും നാണയങ്ങളാണ്. നിങ്ങൾക്ക് കാണാം, ഓരോരോ ചെറിയ ചെറിയ ബോക്സിലും നാണയങ്ങളാണ്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് മാറ്റി മാറ്റി വെക്കുന്നതാണ്. ഈ കാണുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലേ, കുറേയൊക്കെ എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇനി ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. ഇതൊരു വലിയൊരു ടേബിളാണ്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഏറിയ നാണയങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല പല പാത്രങ്ങളിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു ഷെൽഫ്. ഈ ഷെൽഫിൽ മുകളിലിരിക്കുന്നൊക്കെ തന്നെ ഓരോരോ ടിന്നിലാക്കി നാണയങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവന്നത് കുറേ കിടക്കുന്നു. പല പല രാജ്യങ്ങളിൽ ഇതിലത്തെ ഡെപ്പിയിലുള്ളത് നിങ്ങൾക്ക് പഴയ വീഡിയോ കണ്ടാലേ അറിയാം. ഇത് കുറേ കളക്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽബങ്ങളും കാര്യങ്ങളും ഫ്രെയിമുകളും ഒക്കെയാണ്. അതും കുറേ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് അതിനകത്ത് പുതിയത് ആഡ് ചെയ്യും. ഈ ടേബിൾ കൂടാതെ അടുത്തൊരു ടേബിൾ നിങ്ങൾക്ക് കാണാം. ഇത് കംപ്ലീറ്റ് കാറ്റലോഗ്സും ബുക്സും ഒക്കെയാണ്. ഇപ്പോൾ ഇരിക്കുന്നതിലെല്ലാം തന്നെ കാറ്റലോഗ്സ് ആണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാറ്റലോഗ്സ് ഒക്കെ എപ്പോഴും അടുത്ത് വെച്ചിരിക്കുന്നത്. നേരത്തെ ഇത് പുതിയ ബിൽഡിങ്ങിലായിരുന്നു. അപ്പോൾ അത് രാത്രിയിലേക്ക് ആരെങ്കിലും ചോദിച്ചാൽ പോയി തപ്പിപ്പിടിച്ച് എടുത്തുകൊണ്ട് വരാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് അതിനൊരു റെഫറൻസ് കൊടുക്കാൻ സാധിക്കും. ഇതുകൂടാതെ ഇനിയും വേറൊരു അലമാരയുടെ താഴ്ഭാഗം മുഴുവൻ ഇതുപോലെ ചെറിയ ചെറിയ ട്രേകളിലാക്കി നാണയങ്ങൾ വെച്ചിരിക്കുകയാണ്. ചെറിയ ബക്കറ്റുകൾ, ട്രേകളൊക്കെ ആയിട്ട്. പിന്നെ ഹോൾഡർ ചെയ്തത് കുറേ ഉണ്ട്. FDC നേരത്തെ ഒരു 10-300ഓളം ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ എക്സിബിഷന് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് വെച്ച് മാറി അതിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ തിരുവനന്തപുരം എക്സിബിഷൻ്റെ ഡേറ്റ്. ഓഗസ്റ്റിലാണ്. 16, 17, 18. പ്ലാൻ ചെയ്യേണ്ടവർക്ക് പ്ലാൻ ചെയ്യാം, പോകേണ്ടവർക്ക് തീർച്ചയായിട്ടും പോകാം. അതിൻ്റെ വെന്യൂവും മറ്റ് ഡീറ്റെയിൽസും ഒക്കെയാണ് ഈ കാണുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.